നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. സൂംബ വിവാദം കത്തുന്നു. മതസംഘടനകൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആജ്ഞാപിക്കരുതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. സ്കൂളുകളിൽ സൂംബയുമായി മുന്നോട്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. എതിർപ്പുകൾ ലഹരിയേക്കാൾ വിഷമെന്നും വർഗീയതയ്ക്ക് വളം വെക്കുന്നുവെന്നും മന്ത്രി. സൂംബ അടിച്ചേൽപ്പിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലെന്ന വിമർശനവുമായി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ്. ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ട സാഹചര്യമെന്ന് ഡോക്ടർമാർ. ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞുവെന്നും ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിൽ. സർക്കാർ സംവിധാനത്തെ നാണം കെടുത്താനുള്ള ശ്രമമെന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ. സമഗ്രമായ അന്വേഷണമെന്ന് ആരോഗ്യമന്ത്രി. ഭാരതാംബ വിഷയത്തിൽ മന്ത്രി V ശിവൻകുട്ടി തന്നോട് അനാദരവ് കാട്ടിയെന്ന ഗവർണറുടെ കത്തിന് സർക്കാരിന്റെ മറുപടി. മന്ത്രി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്ന ഔപചാരിക പരിപാടികളിൽ ദേശീയ ചിഹ്നവും പതാകയും മാത്രമേ തുടർന്നും ഉപയോഗിക്കാവൂ എന്നും മുഖ്യമന്ത്രിയുടെ മറുപടി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു. ഷട്ടറുകൾ നാളെ തുറക്കും. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. ആലപ്പുഴയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം താറുമാറായി. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ചയെന്ന് പരാതി. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ കടലേറ്റം. ഭീതിയിൽ തിരുവനന്തപുരം പള്ളിത്തുറ കടൽ തീരത്തെ 35ഓളം കുടുംബങ്ങൾ. ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം. പ്രതിഷേധം ശക്തമാക്കുമെന്നും ഇനി തീരം വിടില്ലെന്നും പ്രദേശവാസികൾ. ടോപ്പ് 10 സ്പെഷ്യൽ. വെറ്റിനറി കോളേജിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന ഉത്തരവ് പൂഴ്ത്തി സർക്കാർ. ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. മരണശേഷവും സർക്കാർ കുടുംബത്തെ വേട്ടയാടുന്നുവെന്ന് BJP. ബഹിരാകാശ യാത്ര ദേശത്തിൻ്റെതാണെന്നും പുതിയ യുഗത്തിന്റെ തുടക്കമെന്നും ശുഭാൻഷു ശുക്ല. 140 കോടി ഭാരതീയരുടെ മനസ്സിൽ ശുഭാൻഷു ഉണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുഭാൻഷു ബഹിരാകാശ നിലയത്തിൽ നിന്നും പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. ഫിഫ ക്ലബ് ലോകകപ്പിൽ ഇനി നോക്കൌട്ട് പോരാട്ടങ്ങൾ. പ്രീ ക്വാർട്ടറിലെ ആദ്യ മത്സരത്തിൽ ബ്രസീലിയൻ ക്ലബ്ബുകളായ പാൽമറസും ബൊട്ടാഫോഗയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. 1:30 ബെൻഫിക്ക ചെൽസിയെ നേരിടും. വനിതാ 2020 ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ജയം. മലപ്പുറത്ത് ചികിത്സ കിട്ടാതെ 1 വയസ്സുകാരൻ മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടും മാതാപിതാക്കൾ ചികിത്സ നൽകിയില്ലെന്ന് പരാതി. പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുത്തില്ല. പോലീസ് കേസെടുത്തു. ഖബറടക്കിയ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തു. പോസ്റ്റ്മോർട്ടം നാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. സമഗ്രമായ വാർത്തയിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അഭാവമുണ്ടെന്ന് യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കൽ. ആവശ്യമായ ഉപകരണങ്ങളില്ലെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് 8 മാസം മുൻപേ അറിയാമെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സർക്കാരിനെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ വ്യക്തമാക്കി. സംഭവത്തിൽ ഡോക്ടറോട് വിശദീകരണം തേടുമെന്നും DME വ്യക്തമാക്കി. 8 മാസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അഭാവം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിൽ അറിയിച്ചിരുന്നു. ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ പലപ്പോഴും ശസ്ത്രക്രിയ മുടങ്ങി. ഇതോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി ഡോക്ടർ ഹാരിസ് രംഗത്തെത്തിയത്. മന്ത്രിയുടെ PS ഇടപെട്ടതോടെയാണ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് പിൻവലിച്ചതെന്നും പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 8 മാസം മുമ്പ് ഇതേ പ്രശ്നങ്ങൾ ഇതേ റൂട്ടിൽ തന്നെ പോയി. അന്ന് ഞാൻ ഇത്തരം തരം പ്രതികരിച്ചിരുന്നില്ല. ഇന്നലെ ഒരു ശസ്ത്രക്രിയയല്ല മുടങ്ങിയത്. ഇന്നലെ ഈ യൂറിട്രോസ്കോപ്പി എന്ന് പറയുന്നത് 4 ഓപ്പറേഷൻ ഉണ്ടായിരുന്നു.
അത് നമ്മൾ 4 ഓപ്പറേഷൻ ചെയ്തില്ല. ഈ ജനങ്ങൾ വരുമ്പോൾ അവരോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തതിനകത്ത് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. അത് അങ്ങനെ എത്രയായപ്പോഴാണ് ഞാനത് പോസ്റ്റ് ഇട്ടതും ഞാനത് ലീവ് എടുത്തതും ഞാനതിനെപ്പറ്റി ജോലി തന്നെ റിസൈൻ ചെയ്ത് പോകണം എന്ന് ഒക്കെ ഞാൻ വിചാരിച്ചത്. ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും സർക്കാരിനെ മനഃപൂർവ്വം അപമാനിക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളതെന്നുമാണ് DMEയുടെ വാദം. ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടില്ല. പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് വിശദീകരണം തേടും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും DME വ്യക്തമാക്കി. DME തലത്തിലോ സർക്കാർ തലത്തിലോ ഇതിൻ്റെ ഒരു ഇതും വന്നിട്ടില്ല. ഇന്നലെയും ഇവിടെ HOD ഉണ്ടായിരുന്നു, വേറൊരു മീറ്റിങ്ങിന് എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോഴും ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ആക്ഷൻ എടുക്കേണ്ട കാര്യം തന്നെയാണ്. ബാക്കിയുള്ള HODമാരൊന്നും അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്താ ഇങ്ങനെ ഉണ്ടായെന്നുള്ള പരിശോധിക്കേണ്ടി വരും. പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ CPMന്റെ പ്രാദേശിക നേതാവ് ഡോക്ടറെ ഫോണിൽ വിളിച്ചു. മന്ത്രിയുടെ PS-യുമായി ഇടപെട്ട് പരിഹാരം കാണാമെന്നും പോസ്റ്റ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. നടപടി ഉണ്ടായാലും സാരമില്ല, പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ഉറച്ച നിലപാടിലാണ് ഡോക്ടർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗുരുതര വീഴ്ചകളാണ് ഡോക്ടറുടെ പോസ്റ്റിലൂടെ പുറത്തുവന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഷയത്തിൽ ആരോഗ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പ്രതിസന്ധി വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഷെഡ്യൂൾ ചെയ്തതിൽ ഒരു ശസ്ത്രക്രിയ മാത്രമാണ് നടക്കാതിരുന്നത്. അത് നടക്കാതിരുന്നത് സാങ്കേതിക പ്രശ്നം കൊണ്ടാണെന്നും മന്ത്രി പ്രതികരിച്ചു. ഇങ്ങനെയൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അന്വേഷണം നടത്തിയത്, അപ്പോൾ DME നൽകിയ വിവരങ്ങളനുസരിച്ച് സാധാരണ ഒരു ദിവസം 4 ശസ്ത്രക്രിയയൊക്കെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇന്നലെ 3 ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വിശ്വനാഥൻ അറിയിച്ചിട്ടുള്ളത്. സ്കൂളുകളിലെ സൂംബ വിവാദത്തിൽ മതസംഘടനകൾക്ക് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സർക്കാർ ഇപ്പോഴത്തെ നിലപാടുമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മതസംഘടനകൾ ആജ്ഞാപിക്കരുത്, അഭിപ്രായം പറയാമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും കോഴിക്കോട് പ്രതികരിച്ചു. ലഹരിക്കെതിരെ സ്കൂളുകളിൽ ആരംഭിച്ച സൂംബയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഇടതുപക്ഷ തീരുമാനം. സർക്കാർ നിലപാടുമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. നിലവിലെ പ്രതിഷേധം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും ഇടയാക്കും. ലഘുവ്യായാമം സ്കൂൾ യൂണിഫോമിലാണ് ചെയ്യുന്നത്. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴത്തെ വിവാദം ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മര്യാദയ്ക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. അതിനെ അനുകൂലപ്പെടുന്നതിന് വേണ്ടിയാണ് കുറച്ചേറെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത് ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി തയ്യാറാണ്. എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടിയിൽ നിന്ന് പുറകോട്ട് പോകുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല. തെറ്റിദ്ധാരണയുള്ള ആരെങ്കിലും ചർച്ചയ്ക്ക് വന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ അധ്യാപകർ നടപ്പിലാക്കണമെന്നും ഓർമ്മിപ്പിച്ചു. അതിൽ രക്ഷിതാവിന് റോളില്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ മാറി നിൽക്കേണ്ട കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാം. വൃത്തികെട്ട കണ്ണുകൊണ്ട് കാണുന്നതിന്റെ കുഴപ്പമാണ് വിവാദമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സൂംബ വിവാദം രാഷ്ട്രീയമായിട്ടാണെങ്കിൽ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് CPM തീരുമാനം. വിദ്യാഭ്യാസ വകുപ്പിന്റെ സൂംബയ്ക്ക് കുഴപ്പമുണ്ട്, MSFന്റെ സൂംബയ്ക്ക് കുഴപ്പമില്ലെന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം. ആജ്ഞ വേണ്ട, അഭിപ്രായം പറയാമെന്ന നിലപാടിൽ സർക്കാരിന് പിന്തുണയുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബിയും രംഗത്തെത്തി. മതം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടരുത്. അവർക്ക് അഭിപ്രായം പറയാം, ഇതാണ് നല്ലത്, ഇത് മോശമാണ്. സൂംബ നൃത്തത്തിന് സംസ്ഥാന സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പറഞ്ഞ DYFI കാലത്താണോ MSF നിൽക്കുന്നതെന്നും ചോദിച്ചു. അങ്ങേയറ്റം ദയനീയമാണ്. കാരണം MSFന്റെയൊക്കെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന, അതായത് പറയും, മതസാമുദായിക സംഘടനകൾ അവർക്ക് അവരുടേതായ പരിമിതികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ അവർ കാലത്ത് ആണോ ജീവിക്കുന്നത് സംശയമുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികളെ അകറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് DYFI ആരോപിക്കുന്നത്. സൂംബ വിവാദത്തിൽ സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും ശക്തമായി പ്രതിരോധിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് CPM. അമൃത ന്യൂസ്, കോഴിക്കോട്. സൂംബ ഡാൻസ് ആരെയും അടിച്ചേൽപ്പിക്കരുതെന്ന് പ്രതിപക്ഷം. എതിർക്കുന്നവരുമായി ചർച്ച നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. സൂംബയെ എതിർക്കുന്നതിനെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. സൂംബ
വിഷയം സർക്കാരിന് പരിഹരിക്കാനാകുമെന്നും പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള നാടായി കേരളം മാറിയെന്നും വി ഡി സതീശൻ പറഞ്ഞു. അവർക്ക് ഉപയോഗിക്കാൻ വിഷയങ്ങൾ ഇട്ടുകൊടുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകരുത്. അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ശക്തികൾ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്ക്, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഇട്ട് കൊടുക്കരുത് അങ്ങോട്ട്. സൂംബ ഡാൻസിനെ എതിർക്കുന്നത് അല്പജ്ഞാനികളെന്ന് സ്പീക്കർ എൻ ഷംസീർ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുമെന്നും സ്പീക്കർ പറഞ്ഞു. സൂംബ വിവാദം നിർഭാഗ്യകരമെന്ന് മന്ത്രി എം ബി രാജേഷ്. ഈ കാലത്ത് ഇങ്ങനെ വികലചിന്ത ഉണ്ടാകുന്നത് ഉചിതമാണോ എന്ന് ചിന്തിക്കണമെന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു. ബഹിരാകാശ നിലയത്തിൽ ഒരു ഇന്ത്യക്കാരനുൾപ്പെടെയുള്ള അനേകം മനുഷ്യർ അവിടെ താമസിച്ച് അവിടെ നിന്ന് ഭൂമിയെ കാണുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള എതിർപ്പുകൾ ഉയർത്തുന്ന ചിന്തയുള്ള ആളുകൾ ഇവിടെ ഇപ്പോഴും ജീവിക്കുന്നു. ഇത്രയും ഇങ്ങനെ ഒരു വികലചിന്ത ഇപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളത് ഉചിതമാണോ എന്ന് എല്ലാവരും ആലോചിക്കണം. അതേസമയം ഹുസൈൻ മടവൂരിന് മറുപടിയുമായി മന്ത്രി ആർ ബിന്ദു രംഗത്ത് വന്നു. വസ്ത്രം ധരിക്കാതെയല്ല കുട്ടികൾ സൂംബ ഡാൻസ് ചെയ്യുന്നതെന്നും യൂണിഫോം ധരിച്ചാണ് ഡാൻസ് ചെയ്യുന്നതെന്നും മന്ത്രി തൃശ്ശൂരിൽ പ്രതികരിച്ചു. സൂംബ ഡാൻസ് വസ്ത്രമില്ലാതെ ചെയ്യുന്ന ഡാൻസ് അല്ല, അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. വിഷയം വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതൃ ക്യാമ്പിലും ആരോഗ്യ പരിപാലനത്തിനുള്ള സെഷനുകൾ ഉണ്ടെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു. സ്കൂൾ തലം മുതൽ തന്നെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ ഈ ക്യാമ്പിൽ പോലും മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട സെഷനുകൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ഉൾപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് ചെറുപ്പക്കാർ നേടുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അത്തരം കാര്യങ്ങളൊന്നും വിവാദമാകേണ്ടെന്ന കാര്യമില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഭാരതാംബ വിവാദത്തിൽ ഗവർണർ സർക്കാർ തർക്കം അവസാനിക്കുന്നില്ല. മന്ത്രി വി ശിവൻകുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചു. അതേസമയം വിവാദം മുറുകുമ്പോൾ നിലപാട് വ്യക്തമാക്കി വീണ്ടും വിശദമായ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഭരണഘടനാ വിദഗ്ധരുടെയും നിയമ വിദഗ്ധരുടെയും ഉപദേശം തേടിയ ശേഷമാകും മറുപടി നൽകുക. അതിനിടെ നിലപാട് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വീണ്ടും രംഗത്ത് വന്നു. രാജ്ഭവനിലെ ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള വിവാദം മുറുകുമ്പോൾ ഇരുകൂട്ടരും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഔദ്യോഗിക പരിപാടികളിൽ രാജ്ഭവനിൽ നടക്കുമ്പോൾ ദേശീയ പതാകയും ചിഹ്നവുമല്ലാതെ മറ്റൊന്നും പാടില്ലെന്ന നിലപാട് സർക്കാർ രാജ്ഭവനെ അറിയിച്ചിരുന്നു. അതിനു പിന്നാലെ വീണ്ടും വിശദമായ കത്തയക്കാനാണ് സർക്കാർ നീക്കം. ഭരണഘടനാ വിദഗ്ധരുമായും നിയമവിദഗ്ധരുമായും ചർച്ച ചെയ്ത ശേഷമാകും സർക്കാർ നിലപാട് അറിയിക്കുക. രാജ്ഭവന്റെ വാദങ്ങൾക്ക് നിയമപരിരക്ഷ ഇല്ല എന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഔദ്യോഗിക ചടങ്ങിൽ കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കുകയും പൂവിടുകയും ചെയ്ത ഗവർണറുടെ നടപടിയെ ആവർത്തിച്ച് വിമർശിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. ഗവർണറുടെ കത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. മന്ത്രി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത മന്ത്രിക്ക് അങ്ങനെയൊന്നും ചെയ്യാനാകില്ലെന്നും മുഖ്യമന്ത്രി മറുപടിയിൽ വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. നാളെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ സംസ്ഥാനത്തെ വിവിധ നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 24 മണിക്കൂറിൽ 64.05 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിവിധ തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വിവിധ നദികളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെ മണിമലയാറിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. പത്തനംതിട്ടയിലെ അച്ചൻകോവിലിലും ആലപ്പുഴയിലെ അച്ചൻകോവിലാറിലും തൃശൂരിലെ കരുവന്നൂർ പുഴയിലും വയനാട്ടിലെ കബനി നദിയിലും യെല്ലോ അലർട്ടാണുള്ളത്. യാതൊരു കാരണവശാലും ഈ നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ അകമലയിൽ ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണ് റെയിൽവേ ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് തൂത്തുക്കുടി പാലരുവി എക്സ്പ്രസ്
3 മണിക്കൂർ വൈകിയാണ് ഓടുന്നത്. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് 1.5 മണിക്കൂറും വൈകിയാണ് ഓടുന്നത്. ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് 7 മണിക്കൂറും നിലമ്പൂർ റോഡ് കോട്ടയം എക്സ്പ്രസ് 2.5 മണിക്കൂറും വൈകി ഓടുന്നു. ഗരീബ് രഥ് എക്സ്പ്രസ് 3.25 മണിക്കൂർ വൈകി ഓടുന്നു. കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് 2 മണിക്കൂർ വൈകി ഓടുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് നാളെ തുറക്കും. രാവിലെ 10 മണിക്ക് ഷട്ടർ ഉയർത്തും. പരമാവധി 1000 ഘനയടി വെള്ളമാണ് തുറന്നുവിടുക. പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. മലപ്പുറം കൊണ്ടോട്ടി മൊറയൂർ അയ്യാടൻ മലയിൽ വിള്ളൽ. ജിയോളജി വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തു നിന്നും 42 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്താണ് കുടുംബങ്ങളെ മാറ്റിയത്. ജലനിരപ്പ് ഉയർന്നതിനാൽ പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. 1 ഇഞ്ച് വീതമാണ് ഷട്ടറുകൾ തുറന്നത്. ഷട്ടറുകൾ തുറക്കുമ്പോൾ 76.21 മീറ്ററാണ് ജലനിരപ്പ്. പരമാവധി ജലനിരപ്പ് 79.25 മീറ്ററാണ്. വൃഷ്ടിപ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകൾ സജീവമായതിനാൽ മഴ കുറഞ്ഞാലും വരും ദിവസങ്ങളിലും ജലനിരപ്പ് ക്രമാനുഗതമായി ഉയരും. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ആലപ്പുഴ നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ച. മുൻ വർഷങ്ങളിലെ കണക്ക് ഹരിത കേരള മിഷന് നൽകാത്തതുമൂലം ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡ് തലത്തിൽ അനുവദിക്കുന്ന ഫണ്ട് ഇത്തവണയും ലഭിച്ചില്ല. ഇതോടെ കാലവർഷത്തെ മുന്നിൽ കണ്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് താറുമാറായത്. കഴിഞ്ഞ വർഷം അനുവദിച്ച ഫണ്ടിന്റെ കണക്ക് നൽകാതിരുന്നതിനാൽ ഹരിത കേരള മിഷനിൽ നിന്ന് ആലപ്പുഴ നഗരസഭയ്ക്ക് ഇത്തവണ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് ഫണ്ട് ലഭിച്ചില്ല. ഈ വർഷം വാർഡ് 1-ന് 30,000 രൂപ ക്രമത്തിൽ ലഭിക്കാത്തതിന് പുറമെ മുൻ വർഷത്തെ ഫണ്ടിൽ ശേഷിച്ച 10,000 രൂപയും പല വാർഡുകൾക്കും ഇനിയും ലഭിച്ചിട്ടില്ല. കാലവർഷത്തിന് മുന്നോടിയായി വാർഡുകളിലെ കാനകളും തോടുകളും ശുചീകരിക്കുവാനും മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കി സാംക്രമിക രോഗവ്യാപനം തടയാനുമാണ് ഹരിത കേരള മിഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ നഗരസഭയിലെ വാർഡുകൾക്കായി ഹരിത കേരള മിഷൻ 30,000 രൂപ വീതം അനുവദിച്ചതിൽ ആദ്യ ഗഡുവായ 20,000 വീതം ചെലവഴിച്ചതിന്റെ കണക്ക് വാർഡ് തലത്തിൽ നിന്നും നൽകാതിരുന്നതിനാൽ രണ്ടാം ഗഡുവായ 10,000 ലഭിച്ചിരുന്നില്ല. സെക്രട്ടറിയുടെ കസേരയിൽ മാസങ്ങളായി ആളില്ലാത്തതും മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് തടസ്സമായി. ഇതോടെ ഈ സാമ്പത്തിക വർഷം ലഭിക്കേണ്ട ഫണ്ടും മുടങ്ങി. എന്നാൽ അധികൃതരുടെ അനാസ്ഥ മൂലം ആശങ്കയിലാകുന്നത് ജനങ്ങളാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതുമൂലം പല ഇടത്തോടുകളും മലിനമായ അവസ്ഥയിലാണ്. പോളം നിറഞ്ഞ തോടുകളിൽ ഒഴുക്ക് നിലച്ചതോടെ വെള്ളമുയരുന്നതും ഭീഷണിയാണ്. ഇത് സാംക്രമിക രോഗവ്യാപനത്തിന് ഇടയാക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇനി ടോപ്പ് 10 സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ്. സംസ്ഥാനത്ത് ശക്തമായ കടലേറ്റമാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം പള്ളിത്തുറ കടൽ തീരത്തും കടലേറ്റം രൂക്ഷമാണ്. പെട്ടെന്നുണ്ടാകുന്ന കടൽ കയറ്റം 35ഓളം കുടുംബങ്ങൾക്കാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. വാർത്ത കാണാം. എനിക്കൊരു മാസമായ കൈക്കുഞ്ഞുണ്ട്. നമ്മുടെ കണ്ണുനീരൊപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. കടപുഴകി വീണ തെങ്ങുകളും കടലെടുത്ത വീടുകളുമാണ് പള്ളിത്തുറയിൽ നമുക്ക് കാണാൻ സാധിക്കുക. പെട്ടെന്നുണ്ടായ കടലേറ്റത്തിൽ തിരുവനന്തപുരം പള്ളിത്തുറ VSSC നോർത്ത് ഗേറ്റിന് സമീപത്തെ തീരദേശവാസികൾ ആശങ്കയിലാണ്. എപ്പോഴാണ് തീരം താണ്ടി എത്തുന്ന കടൽ വീടുകൾ തകർക്കുക എന്നറിയില്ല. ഓരോ തവണയും കടൽ അശാന്തമാകുമ്പോൾ 1-2 ആഴ്ചയോ മാസമോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇവരെ മാറ്റാറാണ് പതിവ്. കടലൊന്ന് ശാന്തമായാൽ തിരികെ തീരത്തെത്തും. നാളെ കടൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വർഷം ഈ കടൽ ഇങ്ങനെ വരുമ്പോൾ വീട് ചരിഞ്ഞുകൊണ്ട് വരികയാണ് ഇതിന്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇവിടെ താമസിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഗവൺമെൻറ് ഒരു സഹായം ചെയ്യണം. പള്ളിത്തറയിൽ സ്ഥലമുണ്ട്. ഒരു 3 സെൻറ്റ് സ്ഥലം തന്നാൽ മതി. എനിക്കൊരു മാസമായ കൈക്കുഞ്ഞുണ്ട്. ആ കൈക്കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഈ രാത്രിയിൽ ഓടി. ഇനി എവിടെ ഓടണമെന്ന് ഗവൺമെൻറ് തന്നെ പറഞ്ഞു തരണം എനിക്ക്. കാരണം എനിക്ക് വേറൊരു വരുമാനവും ഇല്ല, ജോലിയില്ല. അവർ പറയുമ്പോൾ ഞങ്ങൾ മാറാൻ പറയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് 10 ദിവസത്തേക്ക് മാറും. തിരിച്ച് ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ വരും. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി അങ്ങനെ ഓടാനൊന്നും വയ്യ. ശാശ്വത പരിഹാരം ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്ന് പള്ളിത്തുറ കൗൺസിലർ മേടയിൽ വിക്രമൻ പറഞ്ഞു. സ്ഥിരമായ സംവിധാനം വേണമെന്നുള്ളത് തന്നെയാണ് കൗൺസിലർ എന്നുള്ളതല്ല എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ പ്രാവശ്യം ഇത് കണക്കൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്നവരെ പാർപ്പിച്ചു. അന്നേരം മത്സ്യഫെഡിൻ്റെ കുറച്ച് വസ്തു ഇവിടെ കിടപ്പുണ്ട്. അത് തന്നാൽ ഞാനും MLAയും കത്ത് കൊടുത്തതാണ്. ആ വസ്തു ഒരു 50% തന്നാൽ ഇവർക്കൊരു 19 ഫ്ലാറ്റ് വീടുകൾ നിർമ്മിച്ച് കൊടുത്തവരെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. അതിനുള്ള ശ്രമമൊക്കെ പല ഘട്ടങ്ങളിലായി ഇങ്ങനെ നടത്തുകയാണ്.
35ഓളം കുടുംബങ്ങളുണ്ടിവിടെ. അതിൽ കടലേറ്റം രൂക്ഷമായി ബാധിച്ചത് 5 കുടുംബങ്ങളെയാണ്. അവർക്കെങ്കിലും സ്ഥിരമായൊരു വാസസ്ഥലം ഒരുക്കേണ്ടതുണ്ട്. ഇത്തരം ദുരിതങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ തീരങ്ങളിൽ ആവർത്തിക്കുമ്പോഴും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സർക്കാരിനാകുന്നില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വർഷങ്ങളായി തുടരുന്ന ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകാതെ ഇനി തീരം വിടില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. പ്രതികരണങ്ങൾ നോക്കാം. ടോയ്ലറ്റും ബാത്റൂമും എല്ലാം പോയത് തെങ്ങ് പോയി. വീട്ടിൻ്റെ ഓരോ തെറ്റിദ്ധാരണ ഒരു നിവർത്തിയില്ല. എനിക്ക് മണ്ണടക്കാൻ പോലും ഒരു നിവർത്തിയില്ല. ആരുമില്ല ഒന്നും തരാൻ വേണ്ടാത്ത വളരെ കഷ്ടത്തിലാണ് ഞാനിരിക്കുന്നത്. എല്ലാവരും മണ്ണടുക്കി. എൻ്റെ ഇതിൽ മാത്രം ഞാൻ മണ്ണടുക്കിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ജന്നി പിടിച്ച മോനുണ്ട്. 10-15 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ മണ്ണടക്കാൻ പറ്റുമോ? മണ്ണടുക്കിയില്ലെന്നുണ്ടെങ്കിൽ വീടും പോകും. ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് ഇവിടെ കിടന്ന് ദുരിതം അനുഭവിക്കുന്ന ഞങ്ങളെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഒന്നിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇവിടെക്കാർ ഒന്നും ചെയ്യുന്നില്ല. കടയിൽ പോയി അധ്വാനിക്കുന്ന ആളാണ് ഞാൻ. ഒരാഴ്ച കൊണ്ട് എനിക്ക് പോകാൻ പോലും പറ്റുന്നില്ല. ഇതും കണ്ടുകൊണ്ട് എങ്ങനെയാണ് പോകുന്നത്? എന്ത് പറയാനാ മോളെ? നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ പിള്ളേരെ കൊണ്ടാണ് ഞാൻ ഈ മണ്ണെല്ലാം കയറ്റിയിട്ടത്. ഒരു സഹായവും ഞങ്ങൾക്കില്ല. ഒരു രൂപ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പറയാൻ തന്നെ വയ്യ. എന്ന് നമ്മൾ ദുഃഖത്തിൻ്റെ പാതയിലാണ് ജീവിച്ചു പോകുന്നത്. നമുക്കിപ്പോൾ പെട്ടെന്ന് കുഞ്ഞുമക്കളും ഉള്ളതാണ്. അവരെയൊക്കെ പറക്കിയെടുത്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിലോട്ട് ഓടി വന്നാലും നിങ്ങൾ 2 ദിവസം നമുക്ക് താമസിക്കാൻ ഇടം തരും. 3-ാമത്തെ ദിവസമാകുമ്പോൾ നിങ്ങൾക്കും ഒരു വിമിഷ്ടം ഉണ്ടാകും. അതുകൊണ്ട് വന്ന ആൾക്കാർ പറഞ്ഞ് സ്കൂളിൽ പോയി താമസിക്കണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പരിചയക്കാരുള്ള വീട്ടിൽ പോയി താമസിക്കണം. അങ്ങനെ പോകാത്തതുകൊണ്ടാണ്. കാരണം പറക്കിയെടുത്ത് പോയിട്ട് തിരിച്ചു വരുന്നതിൽ ഒരു അർത്ഥമില്ല. നമ്മൾ കടലമ്മ കൊണ്ടുപോയാലും സാരമില്ല, കുഞ്ഞുമക്കളെ വലിച്ചുകൊണ്ട് പോകുമോ എന്നുള്ള ഒരു ഭയമാണ് നമുക്ക്. നമ്മുടെ കണ്ണുനീരൊപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തു തന്നേ പറ്റൂ. വിവരങ്ങൾ തിരുവനന്തപുരത്തു നിന്നും ദേവിക ചന്ദ്രൻ നൽകും. ദേവിക, കാലാകാലങ്ങളായി ദുരിതം പേറുകയാണിവർ. ഓരോ മഴക്കാലത്തുമുള്ള വാഗ്ദാനങ്ങൾ മാത്രം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള ഉറപ്പ് മാത്രമായി ഒതുങ്ങുന്നു. ദേവിക, സംസ്ഥാനത്ത് കടലേറ്റം രൂക്ഷമാണ്. വിവിധ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് ചോദിച്ചാലും എല്ലാവർക്കും ഒരുപോലെ നഷ്ടങ്ങളുടെ കഥകൾ മാത്രമാണ് പറയാനുള്ളത്. തിരുവനന്തപുരത്തെ പള്ളിത്തുറയിലും ഇത്തരത്തിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. നിലവിൽ അധികൃതർ മണൽച്ചാക്കുകൾ കൊണ്ട് ഈ കടലേറ്റത്തെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം കാര്യക്ഷമമാണെന്ന് ആ പള്ളിത്തുറയിലെ തീരപ്രദേശങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മിക്ക വീടുകളും ഭാഗികമായി തകർന്ന നിലയിലാണ്. ഏകദേശം 35ഓളം വീടുകളാണ് ഈ പ്രദേശത്തുള്ളത്. അതിൽ 5ഓളം വീടുകൾ ഏകദേശം ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഏതു സമയവും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ് ഇവരുടെ വീടുകൾ ഇപ്പോൾ ഉള്ളത്. അവരുന്നയിക്കുന്ന ആവശ്യം വളരെ ന്യായമായതാണ്. അവർ പറയുന്നത് ഓരോ തവണയും കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ ഇവരെ സുരക്ഷിതമായിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാറുണ്ട്. 1-2 ആഴ്ചയോ മാസമോ കഴിയുമ്പോഴത്തേക്കും തിരിച്ച് വീണ്ടും ഒന്ന് കടലിന് ശാന്തമാകുമ്പോൾ ഈ തീരപ്രദേശത്തെ ഈ തകർന്നു വീഴാറായ വീടുകളിലേക്ക് ഇവർ തിരിച്ചു വരുന്നുണ്ട്. അവർ പറയുന്നത് എന്ത് സുരക്ഷിതത്വമാണ് ഇത്തരത്തിൽ ഈ കടൽക്ഷോഭത്തിൽ തകരാറായ വീടുകളിലേക്ക് വരുമ്പോൾ സർക്കാർ ഇവർക്ക് വാഗ്ദാനം ചെയ്യുന്നതെന്നാണ്. ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് ഇവർ ഈ പ്രശ്നത്തിനായി ആവശ്യപ്പെടുന്നത്. ഇവർ വ്യക്തമാക്കുന്നുണ്ട് ഇവർക്ക് ഫ്ലാറ്റുകളൊന്നും വേണ്ട. ഈ അടുത്ത് തന്നെ ഒരു ഐസ് പ്ലാന്റിന്റെ സ്ഥലമുണ്ട്. ആ സ്ഥലം ഇവർക്ക് അനുവദിച്ച് നൽകുകയാണെങ്കിൽ ഇവർക്ക് അവിടെ വീടൊരുക്കി കൊടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കാമെന്ന പള്ളിത്തുറയിലെ കൗൺസിലർ മേടയിൽ വിക്രമനും നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അത്തരത്തിലൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, സുരക്ഷിതമായി ഉറങ്ങാൻ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക എന്നത് സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്വമാണ്. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് 7 ലക്ഷം രൂപ നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് നടപ്പാക്കാത്ത സർക്കാരിനെതിരെ വിമർശനം ശക്തമാകുന്നു. ജൂലൈ 10-ന് ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഇതിനിടെ സർക്കാരിനെ വിമർശിച്ച് BJPയും രംഗത്തു വന്നു. വയനാട് പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെടുന്നുവെന്ന് കാട്ടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലുണ്ടായത്. കുടുംബത്തിന് 7 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഉത്തരവിറങ്ങി നാളിതുവരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തുടർനീക്കവും ഉണ്ടായില്ല. ഉത്തരവ് നടപ്പാക്കാൻ വൈകിയതോടെ 8% പലിശ സഹിതം തുക നൽകാനും കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ഇതും സർക്കാർ നടപ്പാക്കിയില്ല. തുടർന്ന് അടുത്ത മാസം 10-ന് ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിറക്കി.
എന്നാൽ ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. സർക്കാർ നടപടിയിൽ കടുത്ത പ്രതിഷേധവുമായി BJP രംഗത്തുണ്ട്. ഇരയായ കുടുംബത്തെ വീണ്ടും വേട്ടയാടുകയാണെന്ന് BJP വക്താവ് സന്ദീപ് വചസ്പതി ആരോപിച്ചു. പിണറായി വിജയന്റെ ഈ വൈരനിര്യാതന ബുദ്ധി, സിദ്ധാർത്ഥന്റെ കുടുംബത്തോടുള്ള വൈരാഗ്യം, സിദ്ധാർത്ഥന്റെ കുടുംബത്തോടുള്ള വേട്ടയാടൽ മനസ്ഥിതി അവസാനിപ്പിച്ച് നാളെ ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച കേസ് വരുമ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ച് വൈകിയെങ്കിലും അവർക്ക് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശം നൽകുന്ന ഒരു സഹായം ലഭ്യമാക്കാനെങ്കിലും പിണറായി വിജയൻ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നാണ് BJPയുടെ ആവശ്യം. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 18 SFI വിദ്യാർത്ഥികളാണ് പ്രതിസ്ഥാനത്തുള്ളത്. ഹോസ്റ്റൽ വാർഡനും ഡീനും ഉൾപ്പെടെ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തുണ്ട്. വീട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് കേസ് CBIക്ക് കൈമാറിയിട്ടും അന്വേഷണ ഫയലുകൾ കൃത്യമായി നൽകിയില്ല എന്ന ആരോപണവും ഉയർന്നിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് വഴി സംവദിച്ചു. ബഹിരാകാശ നിലയത്തിൽ താൻ സുരക്ഷിതനെന്ന് ശുഭാൻഷു ശുക്ല പറഞ്ഞു. 140 കോടി ഭാരതീയരുടെ മനസ്സിൽ ശുഭാൻഷു ഉണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണ് ഈ ദൗത്യം. മുൻപ് ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മയും അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പരസ്പരം സംസാരിച്ചിരുന്നു. लेकिन मेरे साथ 140 करोड़ भारतवासियों की भावनाएं भी हैं. मेरी आवाज में सभी भारतीयों का उत्साह और उमंग शामिल है. अंतरिक्ष में भारत का परचम लहराने के लिए मैं आपको हार्दिक बधाई और शुभकामनाएं. जी प्रधानमंत्री जी, बहुत बहुत धन्यवाद आपकी विशेष का और 140 करोड़ मेरे देशवासियों की विशेष का. मैं यहाँ बिल्कुल ठीक हूँ, सुरक्षित हूँ. आप सबके आशीर्वाद और प्यार की वजह से बहुत अच्छा लग रहा है. बहुत नया एक्सपीरियंस है ये, और कहीं ना कहीं बहुत सारी चीज़ें ऐसी हो रही हैं जो दर्शाती हैं कि मैं और मेरे जैसे बहुत सारे लोग हमारे देश में और हमारा भारत किस दिशा में जा रहा है. ये जो मेरी यात्रा है ये കായിക വാർത്തകൾ നോക്കാം. ഫിഫ ക്ലബ് ലോകകപ്പിൽ ഇനി നോക്കൌട്ട് പോരാട്ടങ്ങൾ. പ്രീ ക്വാർട്ടറിലെ ആദ്യ മത്സരത്തിൽ ബ്രസീലിയൻ ക്ലബ്ബുകളായ പാൽമറസും ബൊട്ടാഫോഗയുമാണ് ഏറ്റുമുട്ടുന്നത്. ആദ്യ പകുതിയിൽ ഗോൾ രഹിത സമനിലയിലാണ് മത്സരം പുരോഗമിക്കുന്നത്. രാത്രി 1:30 ബെൻഫിക്ക ചെൽസിയെ നേരിടും. വനിതാ T20 ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ജയം. 97 റൺസിനാണ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് നേടി. സ്മൃതി മന്ദാന 112 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് വനിതകൾ 14.5 ഓവറിൽ 113 റൺസിന് പുറത്തായി. ഇനി മറ്റു വാർത്തകൾ നോക്കാം. മലപ്പുറത്ത് ചികിത്സ നൽകാത്തതിനെ തുടർന്ന് 1 വയസ്സുകാരൻ മരണപ്പെട്ടതായി പരാതി. അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന ദമ്പതികളുടെ കുട്ടിയാണ് ഇന്നലെ മരണപ്പെട്ടത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. പടിഞ്ഞാറ്റുമുറി ജുമാ മസ്ജിദിൽ ഖബറടക്കിയ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. വളാഞ്ചേരി പാങ് സ്വദേശികളായ ഹിറ ഹറീറ നവാസ് ദമ്പതികളുടെ മകൻ SN എർഹാനാണ് മരണപ്പെട്ടത്. ഇന്നലെ വൈകിട്ടാണ് 1 വയസ്സുകാരൻ മരിച്ചത്. അസുഖബാധിതനായ കുട്ടിക്ക് ചികിത്സ നൽകാത്തതാണ് മരണകാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അക്യുപഞ്ചർ ചികിത്സ നടത്തിയിരുന്ന മാതാപിതാക്കൾ കുട്ടിക്ക് ഇതുവരെ ഒരു പ്രതിരോധ കുത്തിവയ്പും എടുത്തിട്ടില്ല. മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ ശാസ്ത്രീയ ചികിത്സാ രീതികളെ എതിർക്കുന്ന പോസ്റ്ററുകളും ഇവർ പ്രചരിപ്പിച്ചിരുന്നു. സംഭവത്തിൽ പോലീസ് മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജില്ലയിലേക്ക് അറിയിക്കും. മാസങ്ങൾക്ക് മുൻപാണ് മലപ്പുറത്ത് വീട്ടിൽ നടത്തിയ പ്രസവത്തിനിടെ യുവതി മരിച്ചത്. കുട്ടി മരണപ്പെട്ട സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം.
കൊല്ലം കടപ്പാക്കടയിൽ മകനെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്തു. കടപ്പാക്കട അക്ഷയനഗർ സ്വദേശി വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. അഭിഭാഷകനായ ശ്രീനിവാസ പിള്ളയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാവിലെയോടെയാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി വീട്ടിൽ മറ്റാരുമില്ലായിരുന്നു. വിഷ്ണുവിൻ്റെ അമ്മ രമ തിരുവനന്തപുരത്തെ മകളോടൊപ്പമായിരുന്നു താമസം. അച്ഛനെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് കിട്ടാത്തതിനെ തുടർന്നാണ് മകൾ വിദ്യ ഇന്ന് വീട്ടിലെത്തിയത്. വീടും ഗേറ്റും പൂട്ടിയിട്ടിരുന്നു. പരിശോധിച്ചപ്പോൾ വീടിനുള്ളിൽ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തി. ഉടൻ നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ് ഹാളിൽ രക്തം വാർന്ന നിലയിലായിരുന്നു വിഷ്ണുവിൻ്റെ മൃതദേഹം. മുറിയിലെ ഫാനിലാണ് ശ്രീനിവാസപിള്ള തൂങ്ങി നിന്നത്. വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ശ്രീനിവാസപിള്ള ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുള്ളതായി പോലീസ് പറഞ്ഞു. വിഷ്ണു തമിഴ്നാട്ടിൽ പഠനം പൂർത്തിയാക്കി SBIയിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. തുടർന്ന് ജോലി രാജിവെച്ചാണ് നാട്ടിലേക്ക് എത്തിയത്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും നാട്ടുകാർ പറയുന്നു. ആള് ഇവിടെ എല്ലാം അടിച്ചു പൊട്ടിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്ന പരിസരക്കാർക്ക് അറിയാം. പാട്ടും TV ഒക്കെ ഭയങ്കര ഓളിയത്തിലേ വെക്കുള്ളൂ. അതെല്ലാം അയൽക്കാർക്ക് പരാതിയുണ്ട്. പിന്നെ സാർ ആരോടും ഒരു പരാതിയൊന്നും പറയത്തില്ല. മകനല്ലേ, അതുകൊണ്ട് സാർ അങ്ങനെ ആരോടും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വഴക്കുകൾ ഇവിടെ ഉണ്ട്. മോനുമായിട്ട് ഒത്തൊരുമിച്ച് പോകുന്നില്ല. മോൻ്റെ ജനറേഷൻ എന്ന് വെച്ചാൽ അത് വേറൊന്നാണ്. ഞങ്ങളുമായിട്ട് ഇവിടുമായിട്ടൊക്കെ ഒരു ഇൻട്രാക്ഷൻ വളരെ കുറവാണ്. ഒരു ബന്ധവുമില്ല. പിന്നെ അവൻ എഞ്ചിനീയറാണ്, BTech പാസ്സായാണ്. ഒരു 1-2 വർഷമായിട്ട് ഇദ്ദേഹം വളരെ ഡിപ്രസ്ഡാണ്. അതിൻ്റെ ഒരു ആയിരിക്കണം ഈ നടന്നതെന്ന് നമുക്ക്. വിവിധ സ്ഥാപനങ്ങളുടെ പേരിലുള്ള പരസ്യ ബോർഡുകൾ വീടിന് ചുറ്റും വിഷ്ണുവിൻ്റെ താൽപ്പര്യപ്രകാരം സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും പ്രവർത്തനമുള്ളതല്ല. വിഷ്ണുവുമായി വീട്ടുകാർ പ്രശ്നത്തിലായിരുന്നതായും നാട്ടുകാർ പറയുന്നു. ഫോറൻസിക് വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. കോഴിക്കോട് നിന്നും 1.5 വർഷം മുൻപ് കാണാതായ അവളുടെ മൃതദേഹം കണ്ടെത്തി. വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹമാണ് ചേരമ്പാടിയിലെ വനത്തിൽ നിന്നും കണ്ടെത്തിയത്. ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് പ്രാഥമിക നിഗമനം. കൊലപാതകത്തിന്റെ കാരണം സാമ്പത്തിക ഇടപാടെന്നാണ് സൂചന. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ ശേഷം ചേരമ്പാടിയിൽ കുഴിച്ചിട്ടു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തെരച്ചിൽ നടത്തിയത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ചിലരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. നിലവിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 22 ദിവസം മുമ്പാണ് മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ കേസ് ഏറ്റെടുത്ത് അന്വേഷിച്ചത്. കളക്ടറിൽ നിന്ന് അനുമതി വാങ്ങി റവന്യൂ ഉദ്യോഗസ്ഥരുമായി പോയാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത്. മുഖ്യപ്രതി ഉൾപ്പെടെ 2 പേരെ കൂടി ഇനി പിടികൂടാനുണ്ട്. വിദേശത്തുള്ള മുഖ്യപ്രതിക്കായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. സംഭവത്തിന് പിന്നിൽ വലിയ ആസൂത്രണം നടന്നതായി പോലീസ് പറയുന്നു. കാണാതായ വ്യക്തിയെ പ്രതികൾ ശബ്ദം മാറ്റി ഫോണിൽ സ്ത്രീ ശബ്ദത്തിൽ വിളിച്ചിരുന്നു. ഇത് സൈബർ സെൽ തിരിച്ചറിഞ്ഞു. 1.5 വർഷം മുമ്പ് മെഡിക്കൽ കോളേജ് പോലീസാണ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തത്. അമൃത ന്യൂസ്, വയനാട്.